നിസ്സന്നേട്ടാ, ഈ സിനിമ എപ്പോഴും കുറച്ച് സിനിമ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ പോലും സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമാ അഭിനേതാക്കൾ ജനങ്ങളിൽ നിന്ന് അല്പം മാറിയിട്ടാണ്. ഒരു പക്ഷേ ആൾക്കാർ പറഞ്ഞേക്കാം ദന്തഗോപുരങ്ങളിലാണ് സിനിമാ താരങ്ങൾ വസിക്കുന്നതെന്ന് പറഞ്ഞേക്കാം. താങ്കൾ ഗോപുരത്തിലല്ലെങ്കിലും അതിനേതെങ്കിലും പടിയിലായിരിക്കാം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ താങ്കൾ ചെലവഴിച്ചത്. പൊടുന്നതിനെ താങ്കൾ ജനമനത്തിലേക്ക് വരികയാണ്. ചെറിയൊരു വരവല്ല അത്. ജനങ്ങളുമായിട്ട് എട്ടപ്പഴകി ഒരു ദിവസം ഒരു പക്ഷേ 1000, 10,000, 15,000, 50,000, 1,00,000 പേരെങ്കിലും താങ്കൾ കാണുന്നുണ്ടാവും നേരിട്ട്. എന്താ വ്യത്യാസം തോന്നുന്നു താങ്കൾക്ക്? അല്ല, അങ്ങനെ പെടുന്നതിന് വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയാനായിട്ട് ഇപ്പോൾ വെയിൽ കൊള്ളുക. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സംഭവം ഒരുപാട് വെയിൽ കൊള്ളണം. നമ്മൾ സൗന്ദര്യത്തിനൊന്നും വലിയ മാറ്റം ഉണ്ടായി. സൗന്ദര്യത്തിന് വലിയ മാറ്റമില്ല അല്ലേ? പഴയ വീട്ടിലാരും പറയും പഴയ മുഖകാന്തിയൊക്കെ അതുപോലെ ഉണ്ട്. പഴയ കാന്തി ഉണ്ട്. അല്ല, അപ്പം എന്നോട് അപ്പം ഈ ജനങ്ങളിലേക്ക് പെട്ടെന്ന് വരുന്നു, അവരോട് ഇടപഴകുന്നു, അവരോടൊപ്പം ജീവിക്കുന്നു, അവരോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുന്നു. രാവിലെ വെള്ളം കീറുമ്പോൾ ഇറങ്ങി പാതിരാത്രി കഴിഞ്ഞാലും അവരോടൊപ്പം ഉണ്ട്. എന്ത് മാനസികമായ വ്യത്യാസമാണ് താങ്കൾക്ക് അനുഭവപ്പെടുന്നത്? ഒരു വലിയ വ്യത്യാസമുണ്ട്. കുറേ കാലമായിട്ട്, സത്യം വളരെ ഇതായിട്ടുള്ള ചോദ്യം ആണ് എന്നോട് ചോദിച്ചത്. കുറേ കാലമായിട്ട് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ആരും കാണാതെ ഒരു ചായ കുടിക്കാമെന്നാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മളൊരു സ്ഥലത്തൊരു കാപ്പി കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ വരുന്ന, അവർ വരുന്ന, ഒരു ഫോട്ടോ എടുക്കണം, അത് വേണം, അതിനിടയിൽ ക്യാമറ. അപ്പോൾ ഈ മനസ്സിന് ഒരു ദോശയാണെങ്കിലും അതൊരു കഴിക്കാനുള്ളൊരു മാനസിക എന്തോ ഒരു, അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മാറി ഇരുന്ന് എവിടെയെങ്കിലും ചായ കുടിച്ച് പുറത്ത് വരുമ്പോൾ അവരോടൊക്കെ ചിരിച്ച് സംസാരിച്ചിട്ട് ഞാൻ പോകാറുള്ളത്. ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഇങ്ങനെ ആളുകളുടെ ഇടയിൽ വരികയും സംസാരിക്കുകയും പുറത്തു വന്ന് ചായ കുടിക്കും, പബ്ലിക്കിൻ്റെ ഇടയിൽ നിൽക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തോന്നുകയാണ്, ഞാൻ മറ്റതുപോലെ തന്നെ ആയിരുന്നുവെങ്കിൽ ഈ ജീവിതം എൻ്റെ നഷ്ടപ്പെട്ടു പോയാനേ എന്നാണ്. പുതിയൊരു കണ്ടെത്തലാണ്. അല്ലെങ്കിൽ ഞാനൊരു കുറേ കാലമായിട്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധങ്ങൾ, അടുപ്പങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ഏത് രാജ്യത്ത് ചെന്നാലും എനിക്ക് അവിടെ പബ്ലിക്കായിട്ട് ഇറങ്ങി നിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു മാനസികമായിട്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ അത് 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് അതൊക്കെ പോയി കഴിഞ്ഞു. ആളുകളുടെ ഇടയിൽ നമ്മൾ നിൽക്കുക, ആളുകൾക്ക് കൈ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, മറ്റത് അത് ഒരു നാണം മാറുക എന്ന് പറയും. അറപ്പങ്ങ് മാറി. ഇപ്പം എനിക്ക് മനസ്സിലായി ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല. പ്രശ്നം അത് ഇനിയുള്ള കുറച്ച് കാലം ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കും. ഇങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം ജീവിച്ചത്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു കുഴപ്പം വന്ന് പെട്ടത്. അത് ഉപജീവന മാർഗത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഭയങ്കര മനസ്സമാധാനം. നമുക്കുള്ള ഭയം ഇതാണ്, കുറേ ഈ പെട്ടെന്നുള്ള ആ മാറ്റം. പക്ഷേ ഇന്നലെ കഴിഞ്ഞതൊക്കെ ഇതിപ്പോൾ കഴിഞ്ഞുള്ളൂ എന്ന് തോന്നുന്നു. പ്രായമാണെങ്കിലും, സിനിമയ്ക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നതാണെങ്കിലും, എൻ്റെ ബിസിനസ്സാണെങ്കിലും, ഞാനിവിടെ ഈ കേരളം മുഴുവനും ഒരു സ്കൂട്ടറായിട്ട് വെയിലത്ത് ചുറ്റി അടിച്ച് നടന്ന ആളാണ്. കുറേ പേർക്കൊന്നും അറിയില്ല. അന്ന് എനിക്കൊരു ബുൾഗാനി താടിയുണ്ട്. ചിലവർ എന്നോട് ചോദിക്കും, നിങ്ങൾ ആ പഴയ ആളാണോ എന്ന് ചോദിക്കും. ബാഗൊക്കെ കൊണ്ടുവന്ന ആൾ. ഞാൻ പറഞ്ഞു, അയാൾ തന്നെയാണ് ഇയാൾ എന്ന് പറയാം. പെട്ടെന്ന് ജനങ്ങളുടെ ഗന്ധം, അവരുടെ വേർപ്പിൻ്റെയും അവരുടെ എന്താ പറയുക എണ്ണയുടെയും ഒക്കെ മണം താങ്കളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒപ്പം താങ്കൾ ഇങ്ങനെ ജീവിക്കുകയാണ്. ആ ഒരു മാറ്റം അത് നന്നായി താങ്കൾ ആസ്വദിക്കുന്നു എന്ന് പറയുന്നു. ആസ്വദിക്കുന്നു. കുറച്ചു കാലം മുമ്പ് വേണ്ടിയിരുന്നാണോ ഇത്? കുറച്ച് കാലം മുമ്പ് വേണ്ടിയിരുന്നു എന്ന് വെച്ചാൽ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നുവെങ്കിൽ എനിക്ക് പണത്തിനോടൊരു ആസക്തി ഉണ്ടാവും. അങ്ങനെ ഒരു ആസക്തി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇലക്ഷന് നിൽക്കുമ്പോഴും നമ്മൾ ആലോചിക്കുക, കാശടിക്കാൻ എന്താണ് പ്ലാൻ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് പണം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല, നമുക്കൊരു ജീവിതം സുഖകരമായി മുമ്പോട്ട് പോകാം. ഇപ്പോൾ സിനിമ ഓസ്കാർ അവാർഡ് മോഹിക്കുന്ന ഒരാളല്ല ഞാൻ. എന്ന് പറഞ്ഞ പോലെ പണം ആവശ്യത്തിനൊക്കെ മതി. കാരണം ഏത് പണക്കാരനും മരിച്ചു പോകുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഉണ്ടാക്കുക ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം തോന്നുന്നില്ല. നമുക്ക് ഉള്ള കാലം കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പായി അവർക്കൊക്കെ നല്ലതൊക്കെ ചെയ്യുമ്പോൾ രാത്രി നല്ല ഉറക്കം കിട്ടും. നിസ്വാർത്ഥമായിട്ട് ജനസേവനം നടത്താൻ പറ്റുന്നൊരു സാഹചര്യം താങ്കൾക്കുണ്ട് എന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് താങ്കൾ ഇതുവരെ അങ്ങനെ ബോധ്യപ്പെട്ടു.
ഇനി വേറെ ഒരിക്കലും ഞാൻ ഇല്ലാണ്ട് തെണ്ടി നടക്കുന്ന കാലത്ത് വീണ്ടും ഇത് കാണിക്കരുത് നിങ്ങൾ. അതാണ് അന്ന് പറഞ്ഞില്ല, അന്ന് ഇന്നസെന്റ് അന്ന് കുറച്ചും കൂടി ഉണ്ടാക്കി വെക്കായിരുന്നില്ലേ എന്ന് ബ്രിട്ടാസ് എന്നോട് ചോദിക്കരുത്.